ദേവു വന്നെന്നാ തോന്നുന്നത്. അവളുടെ വരുത്ത് കാണുമ്പോൾ നല്ല കലിപ്പിലാണെന്നാ തോന്നുന്നത്. ശരിയാ, നല്ല കലിപ്പില. വേഗൊക്കെ വലിച്ചു ചാടിയിട്ടാ വരുന്നത്. എന്താ ദേവു, സ്കൂളിൽ വല്ല പ്രശ്നവുമുണ്ടോ? നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? സ്കൂളിൽ പോവില്ല. എന്ത്, സ്കൂളിൽ പോകുന്നില്ലെന്നോ? എന്താ മോളെ പ്രശ്നം? നീ എന്തിനിങ്ങനെ കരയുന്നത്? കരയാതെ കാര്യം പറ. അത് പിന്നെ എന്റെ അടുത്തുള്ള കുട്ടിയെ ടീച്ചർ വെറുതെ അടിക്കുന്നു. അതുകൊണ്ട് ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല. എന്തെങ്കിലും കാരണം കാണും, അല്ലാതെ ടീച്ചർ വെറുതെ അടിക്കില്ല. എന്താ കാരണം? ഒരു കാരണവുമില്ല അമ്മ. ടീച്ചർ വെറുതെ അടിക്കുന്നതാ. ഇനി മുതൽ ഞാൻ സ്കൂളിലേക്കേ പോകുന്നില്ല. സ്കൂളിലേക്ക് പോകുന്നില്ലെന്നോ? ടീച്ചർ വെറുതെ ഒന്നും അങ്ങനെ ആരെയും അടിക്കില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ അല്ലല്ലോ ടീച്ചർ അടിച്ചത്, പിന്നെന്താ? ശരിയാ, നിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയെ അടിച്ചതിന് നീ എന്തിനാ സ്കൂളിൽ പോവാതിരിക്കുന്നത്? അമ്മ, അവളുടെ കരച്ചിലൊന്നും കേട്ട് അമ്മ നേരാക്കണ്ട. ഇതൊക്കെ അവളുടെ കള്ളക്കണ്ണീരാ. ചേച്ചി ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനല്ലേ സ്കൂളിൽ നിന്നും എല്ലാം കണ്ടത്. അമ്മ, ഞാൻ ശരിക്ക് പറയുന്നതാ. ഞാൻ ഈ സ്കൂളിൽ പോകുന്നില്ല. നീ ഇങ്ങനെ കരയില്ലേ? ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് എന്താ നടന്നതെന്ന് അന്വേഷിക്കട്ടെ. ടീച്ചറുടെ നമ്പർ ഇല്ലേ നിന്റെ കയ്യിൽ? എന്റെ ബാഗിലുണ്ട് ടീച്ചറുടെ നമ്പർ. നീ എന്നാ അത് എടുത്തിട്ട് ഇങ്ങത്താ, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇതാ ടീച്ചറുടെ നമ്പർ. ഇതാ അമ്മ. അമ്മ, ഞാൻ വിളിച്ച് അന്വേഷിക്കാം എന്താ പറ്റിയതെന്ന്. അതിങ്ങ് കൊണ്ടാ. വേണ്ട, ചേച്ചി വിളിക്കണ്ട, അമ്മ വിളിച്ചോളൂ. അതെന്താ, ഞാൻ വിളിച്ചാൽ ടീച്ചർ ഫോൺ എടുക്കില്ലേ? ചേച്ചിയോടല്ലേ പറഞ്ഞത് വേണ്ട എന്ന്. അമ്മ വിളിച്ചോളും, ചേച്ചി വിളിക്കണ്ട. അമ്മ, അമ്മ അതിങ്ങ് കൊണ്ടാ, ഞാൻ വിളിക്കാം. ശരി ശരി, ഞാൻ വിളിച്ചോളാം. നീ ആ സോഫയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങ്. ജാനി, നീ ആ നമ്പർ ഒന്ന് പറ, ഞാൻ വിളിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു തരാം, അമ്മ വിളിക്കുന്നാൽ. 9675. ഹലോ, ഇത് ടീച്ചറല്ലേ? അതെ, ടീച്ചറാണ്. ആരാ സംസാരിക്കുന്നത്? ഇതേ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ദേവിക ബാലപ്രസാദിന്റെ അമ്മയാണ്. ആണോ? എന്താ വിളിച്ച കാരണം? ഇന്ന് ക്ലാസ്സിൽ വല്ല പ്രശ്നവും ഉണ്ടായിരുന്നോ? ടീച്ചർ ഇന്ന് കുട്ടികളെ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതു കണ്ട് ദേവുവിന് വല്ലാതെ പേടിയായി. അതുകൊണ്ട് അവൾ സ്കൂളിൽ വരുന്നില്ലെന്നാ പറയുന്നത്. ടീച്ചറെ, എന്ത് പ്രശ്നമാ ഉണ്ടായത്? കുട്ടികൾ വല്ല വികൃതിയും കാണിച്ചതാണോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഹോംവർക്ക് കൊടുത്തിരുന്നു, അത് ചെയ്തു വരാത്ത കുട്ടികളെയാണ് ഞാൻ അടിച്ചത്. അവളെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ ഹോംവർക്ക് ചെയ്തിരുന്നല്ലോ. ആണോ? അത് കണ്ടിട്ട് അവൾ വല്ലാതെ പേടിച്ചു പോയി. പിന്നെ ഞാൻ നാളെ ക്ലാസ്സിൽ ഒരു എക്സാം ഇടുമെന്ന് പറഞ്ഞിരുന്നു. ദേവികയോട് നല്ലോണം പഠിച്ചു വരാൻ പറയണമേ. ആണോ? ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി ടീച്ചർ. എടി ദേവു, നിന്റെ ഓരോരു പറച്ചിൽ കാരണം ടീച്ചർ എന്ത് വിചാരിച്ചു കാണും? ടീച്ചർ ഒന്നും വിചാരിച്ചു കാണില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അമ്മ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ബിസ്ക്കറ്റും കാപ്പിയും കൊണ്ടുവാ. ഞാൻ ഡോറ ബുജി കാണാൻ പോകുന്ന. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ജാനി, നിനക്ക് വേണോ ചായ? വേണ്ടമ്മ, ഞാൻ ഡയറ്റിലാ. എപ്പം നോക്കിയാലും ഡയറ്റ് ഡയറ്റ് ഡയറ്റ്. എടി, നേരെ 8 മണിയായല്ലോ. നിന്റെ അയ്യ തിണ്ടിട്ടില്ലേ? ഇന്ന് അവൾക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ ഒരു വസ്തുവും പഠിച്ചില്ല. ഫുൾ ടൈം ടിവിയും കണ്ടു കുത്തിരുന്നതാ. എക്സാമിന് പഠിക്കാത്തത് കൊണ്ടായിരിക്കും എന്നാ എഴുന്നേൽക്കാത്തത്. വാ, നമുക്ക് നോക്കാം. ദേവു, സമയം ഒരുപാടായി. എഴുന്നേൽക്കുന്നില്ലേ? അയ്യോ, അമ്മ വരുന്നുണ്ട്. പുതപ്പ് മുഖത്തൂടിയിട. അമ്മ ഇപ്പം എത്തും. പനിക്കുന്നത് പോലെ അഭിനയിക്കാം. ദേവു, എഴുന്നേൽക്കു ദേവു. അമ്മ, അവൾ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് കിടക്കുന്നതാ. ഈ ചേച്ചിയെ ഞാനെന്നാ വേണ്ടത്? എപ്പം നോക്കിയാലും എനിക്കിട്ട് പാര വെക്കല പണി. അമ്മ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ വെറുതെ കിടക്കുന്നതാ, കണ്ടില്ലേ? എന്താ ദേവു എഴുന്നേൽക്കാത്തത്? സ്കൂളില്ലേ? അമ്മ, എനിക്ക് തീരെ പറ്റുന്നില്ല. എന്താ, എന്തു പറ്റി? എനിക്കിന്ന് മേലും കൈയൊക്കെ വേദനിക്കുന്നു. അതൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അത് ശരിയാവും. നീ എഴുന്നേറ്റിനെ. അമ്മ, എനിക്ക് പനിക്കുന്നെന്നാ തോന്നുന്നത്. തലവേദനിക്കുന്നുമുണ്ട്, ചുമക്കുന്നുമുണ്ട്. അമ്മ കേൾക്കുന്നില്ലേ? എനിക്ക് വല്ലാണ്ട് ചുമക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ ശരിയാവും. നീ എഴുന്നേൽക്ക്. അമ്മ, എനിക്ക് നീ സ്കൂളിൽ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുറച്ച് കിടക്കട്ടെ. അമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ തൊട്ടു നോക്ക്. നല്ല പനിയുണ്ട്. ജാനി, എന്നാ നീ ടീച്ചറെ വിളിക്ക്. ഇവിടെയും കൂട്ടി ഇതിലൂടെ പോകാൻ പറ. ഞാൻ കുളിക്കട്ടെ, കുളിച്ചിട്ട് പോകാം. കുളിക്കാനോ? പനിക്കുമ്പോഴാണോ കുളിക്കുന്നത്? കുളിക്കുകയൊന്നും വേണ്ട. വേണം വേണം, എനിക്ക് കുളിക്കണം. കുളിച്ചാലേ പനി മാറും. അയ്യോ, ദോശയൊക്കെ കരിഞ്ഞെന്നാ തോന്നുന്നത്. ജാനി, നടുക്കടുക്കളിലേക്ക്.
അമ്മ, ദേവ് ബാത്റൂമിൽ കയറിയിട്ട് കുറെ സമയമായല്ലോ. അവൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ല അമ്മ. അമ്മ വാ, അമ്മ പറഞ്ഞാലേ അവൾ ഇറങ്ങൂ. അവരെല്ലാം എന്നെ മറന്നെന്നാ തോന്നുന്നത്. അവരെല്ലാം ഞാൻ കുളിക്കുന്ന എന്നായിരിക്കും കരുതുന്നത്. സ്കൂൾ സമയം കഴിയുന്നത് വരെ ഇതിൽ തന്നെ ഇരിക്കാം, അതാ നല്ലത്. എടി ദേവു, നീ ബാത്റൂമിൽ എത്ര സമയം കുത്തിരിഞ്ഞാലും പ്രശ്നമില്ല. 12 മണി കഴിഞ്ഞാലും നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും. അതുകൊണ്ട് നീ പെട്ടെന്ന് ഇറങ്ങിക്കോ. ഈ തീറ്റയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എല്ലായിടത്തും പാലിയായി വരും. അമ്മ, ദോശ. ആ, ഞാനിപ്പോ കൊണ്ടുവരാം. എന്താ ദേവു ഇത്? നിന്റെ പ്ലേറ്റിലുള്ള ദോശ തീർന്നിട്ടില്ലല്ലോ. പിന്നെ ഇതിന് വീണ്ടും വീണ്ടും ദോശ എന്ന് പറയുന്നത്? അത് പിന്നെ എനിക്ക് വല്ലാണ്ട് വിശന്നിട്ടാ. സാധാരണ നീ ഇങ്ങനല്ലല്ലോ, ഒരു ദോശ പോലും കഴിക്കാറില്ലല്ലോ. പിന്നെന്താ നിനക്ക് ഇത്ര വിശപ്പ്? അത് പിന്നെ എനിക്കിന്ന് വല്ലാണ്ട് വിശക്കുന്നു. അമ്മ പോയി ദോശ എടുത്തിട്ട് വാ. നീ ഒന്ന് പെട്ടെന്ന് തിന്നാൻ നോക്ക്. സ്കൂളിൽ എക്സാം ഉള്ളതല്ലേ, എന്നിട്ട് പോവാൻ നോക്ക്. അമ്മ, ഞാൻ ദോശ തിന്നട്ടെ, എന്നിട്ട് സ്കൂളിൽ പോവാം. അമ്മ പോയിട്ട് എടുത്തിട്ട് വാ. അമ്മ, ദോശ. ദേവു, നിന്റെ പ്ലേറ്റിലുള്ള ദോശ തീർന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത് തീർന്നിട്ട് വിളിച്ചാൽ മതിയെന്ന്? നിന്റെ അടവ് എനിക്ക് മനസ്സിലായി മോളെ. ഞാൻ ടീച്ചറോട് ഇങ്ങ് വരാൻ പറയാം. നിന്നെയും ഇവിടുന്ന് കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോവാൻ പറയാം. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞാനിത് പോവാൻ നോക്കുന്ന. ആ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ നോക്ക്. ശരി അമ്മ, ഞാൻ പോയിക്കോളാം. അമ്മ, ഞാൻ റെഡി. സ്കൂളിൽ പോകുന്നേ. ആ, ശരി അമ്മ, ഞാൻ പോട്ടെ. ആ ദേവു, ശരി. നീ പെട്ടെന്ന് പോവാൻ നോക്ക്. അമ്മ, എന്നാ ഞാൻ പോണേ. ദേവു, നീ എന്താ വീണ്ടും വീണ്ടും ഒന്നെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ? അമ്മ, ഞാൻ ഇന്ന് പോകുന്നില്ല അമ്മ സ്കൂളിൽ. ഇന്ന് എക്സാം. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അമ്മ. ആഹാ, ഒന്നും പഠിച്ചിട്ടില്ലെന്നോ? ദേവു, നിന്നോട് സ്കൂളിൽ പോവാൻ പറഞ്ഞത്? എന്നെ ടീച്ചർ അടിക്കും. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ടീച്ചർ അടിക്കുകയൊന്നുമില്ല. നീ പറഞ്ഞത് ഞാൻ ടീച്ചറെ വിളിച്ചില്ലേ? ടീച്ചർ അടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നിന്റെ ഈ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല. എടി ജാനി, നീ ഇങ്ങോട്ട് വാ. എന്താ അമ്മ വിളിച്ചത്? ഇവള് സ്കൂളിൽ പോകുന്നില്ല പോലോ. നീ ഇവളെ പിടിക്ക്. വാ, നമുക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് വരാം. ആ അമ്മ, വാ, നമുക്ക് പിടിച്ച് കൊണ്ടുപോയി ആക്കാം. നീ പോന്നില്ല അല്ലേ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നടക്ക് ജാനി. അമ്മ, അങ്ങോട്ട് നോക്കൂ. ദേവുവിന്റെ ടീച്ചർ അതാ വരുന്നു. ഇതൊക്കെ ആരാ? നിങ്ങളൊക്കെ എവിടത്തേക്കാ? ആ, ടീച്ചറോ? ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന? അതെയോ, ഞാനും സ്കൂളിലേക്കാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അവൾ എന്റെ കൂടെ വരട്ടെ. ശരി ടീച്ചർ, എന്നാ പിന്നെ അതാ നല്ലത്. നിനക്ക് അങ്ങനെ തന്നെ വേണമെടി. എടി ജാനി, എന്നാ നടക്ക്, നമുക്ക് പോകാം. എടി, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പോട്ടെ. എന്താ ദേവു, നമുക്ക് പോകാം? പോകാം. ദേവു, ഇന്നല്ലേ എക്സാം പറഞ്ഞത്? നീ ഒക്കെ പഠിച്ചതാണോ? ഞാനൊക്കെ പഠിച്ചതാ. അയ്യോ,